ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏതാണ്ട് ഒരു 1500 പേര് വെയിറ്റ് ചെയ്യാണ്. എന്തിനാ വെയിറ്റ് ചെയ്യുന്നല്ലേ? ഈ ഹൈറിച്ച് മണി ചെയിൻ ആണോ ചെയ്തത് എന്നതിനെ കുറിച്ചാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരിങ്ങനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്, ഹൈറിച്ച് മണി ചെയിൻ ആണോ ചെയ്തത്, അല്ല മണി ചെയിൻ അല്ല ചെയ്തത് എന്നുള്ളത് വേണ്ടിയിട്ട് അവരിങ്ങനെ മനസ്സുരുക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് വളരെ ഹൈറിച്ച് മണി ചെയിൻ ആണോ ചെയ്തത് എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊക്കെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തുണി പൊന്തിച്ചിട്ട് നോക്കുന്നത് പോലെ, ഇതാണാണോ പെണ്ണാണോ എന്ന് നോക്കുന്നത് പോലെ വളരെ സിമ്പിളാണ് ഈ ഹൈറിച്ചിൻ്റെ കാര്യങ്ങൾ. അവർ മണി ചെയിൻ ആണോ ചെയ്തത് എന്ന്, അവർ കുറ്റക്കാരാണോ കുറ്റക്കാരാകുമോ എന്നൊക്കെ അറിയണമെങ്കിലും വളരെ ഈ പുതിയ ജനിച്ച പാടിലെ കുട്ടിയുടെ അത് തുണി മാറ്റിയിട്ട് നോക്കുന്ന പോലെ സിമ്പിളാണ്. നമുക്കറിയാം, ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് സൂപ്പർ മാർക്കറ്റുകളുടെ ലാഭത്തിൻ്റെ പകുതി എടുത്തിട്ട് പൂളിലിട്ടിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പോയിട്ട് നിങ്ങൾ അടുത്തുള്ള, ഇനിയിപ്പോൾ 4-ാം തീയതി വരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട, അടുത്തുള്ള നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ ചോദിക്കുക, ചങ്ങായി ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ലാഭം ഉണ്ടാകുന്നുണ്ടോ, അതിൻ്റെ പകുതിയാണോ നിങ്ങൾ പ്രതാപൻ സാർക്ക് കൊടുക്കുന്നത്, എന്നിട്ട് അതിൻ്റെ ആണോ നമുക്ക് ഞായറാഴ്ച രാവിലെ നമുക്ക് പൂളിങ്ങുമായിട്ട് കിട്ടുന്നത്, നേരെ നിങ്ങളെ ഓടിക്കും അവർ. അപ്പോൾ ഇത് എല്ലാവരും സംഭവിച്ച കാര്യമാണ്. കമ്പനി ഇതുവരെ 8 വർഷമായിട്ട് ലാഭത്തിലായിട്ടില്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പിന്നെ ഇതൊക്കെ കുറേ തട്ടിപ്പ് പ്രൊജക്റ്റുകൾ മാത്രമാണ്. 700 രൂപയുടെ ചായപ്പൊടി, 10,000-ൻ്റെ ഡിജിറ്റൽ ID, 5 ലക്ഷത്തിൻ്റെയും 3 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെയും ബോണ്ടുകൾ എന്നിവയൊക്കെ ഇങ്ങനെ മണി ചെയിൻ ചെയ്തിട്ട് ആൾക്കാർ ചേർത്തവർക്കും ചേർക്കാത്തവർക്കും ഉള്ളവൻ ഒരുപാട് കോടികൾ ഇടുന്നു, ഇല്ലാത്തവൻ 10,000 മാത്രം ഇടുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ബിസിനസ് എന്തോ നടത്തിയിട്ട് പിന്നെ അതിൻ്റെ വരുമാനത്തിൻ്റെ പകുതി എടുത്തിട്ട് പൂളിലിട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതല്ല. വേറെ വാക്കുകളാണ് നമ്മൾ കണ്ണൂർ ഭാഷയിൽ പറയാം, എന്നാലും ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്നിട്ടും ഇങ്ങനെ സിമ്പിളായ കാര്യത്തിന് ഇങ്ങനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്. ഹൈറിച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ല, പ്രതാപൻ സാർ ദൈവമാണ്, ശ്രീനാ മേഡം ദേവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കൊന്ന് വേറെ പണിയെടുത്തിട്ട് ജീവിച്ചൂടെ നിങ്ങൾക്കൊക്കെ അല്ലേ? നിങ്ങൾക്ക് എന്നിട്ട് ഇപ്പോഴും വിചാരിക്കുകയാണ് പ്രതാപൻ സാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. 2000 മുതൽ മണി ചെയിൻ ചെയ്ത് ഇങ്ങനെ പല പല കമ്പനികളും ഉണ്ടാക്കി പറ്റിച്ച് മൂഞ്ചിച്ച് ജീവിക്കുന്ന ഒരുത്തനെ പൂജിക്കുകയാണ് ഒരുപാട് ആൾക്കാർ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഹൈറിച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയില്ല. പറ്റുമെങ്കിൽ അടുത്തുള്ള പിന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ പോയി ചോദിക്കുക. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് സൂപ്പർ മാർക്കറ്റ്, എത്ര സൂപ്പർ മാർക്കറ്റാണോ പിന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അന്വേഷിക്കുക. ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ബൈ ബൈ.